അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽ മുദൂദ് അതായത് ലോങ് വവ്വൽസ്. ഒരു അക്ഷരത്തെ കുറച്ചും കൂടി നീട്ടി ഉച്ചരിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്കാണ് അൽ ഹുറൂഫുൽ മദ് എന്ന് പറയുന്നത്. ഹുറൂഫുൽ മദ് 3 ഹുറൂഫുൽ മദ്ദായിട്ട് 3 അക്ഷരങ്ങളാണുള്ളത്. അലിഫ്, യാ, വാവ്. അപ്പോൾ അലിഫ് ഉപയോഗിക്കുന്നത് ഫതഹുള്ള അക്ഷരങ്ങളുടെ കൂടെയാണ്. ഓക്കെ, ബ എന്നുള്ള അക്ഷരത്തിന് നമുക്ക് ബേ എന്ന് നീട്ടി ഉച്ചരിക്കണമെങ്കിൽ അവിടെ ബാക്ക് ഫതഹാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് അലിഫാണ്. ഓക്കെ, നെക്സ്റ്റ് യാ എന്നുള്ള മദ്ദാണ്. യാ എന്ന മദ്ദിൻ്റെ ഹർഫ് കെസറിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. കെസറിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ബി എന്നുള്ള അക്ഷരത്തിന് ബി എന്ന് നീട്ടി മദ് ചെയ്ത് എന്താണ് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാ ചേർക്കുന്നത്. ബി ബി. ഓക്കെ, ആ ബി എന്നതിൻ്റെ കൂടെ യാ മാത്രമേ ചേർക്കുള്ളൂ. ബി എന്ന് നീട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മദ് ചെയ്യാൻ വേണ്ടിയിട്ട് അലിഫോ വാവോ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് വാവ് മദ്. ലൊമ്മിൻ്റെ കൂടെയാണ് വാവ് മദ് വരുന്നത്. ബൂ എന്നുള്ള അക്ഷരത്തിനെ ബൂ എന്ന് നീട്ടി ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാവാണ് ചേർക്കേണ്ടത്. അവിടെ യാ ഓ അല്ലെങ്കിൽ അലിഫോ ചേർക്കാൻ പാടില്ല. അതായത് ഫതഹിൻ്റെ കൂടെ അലിഫും കെസറിൻ്റെ കൂടെ യാവും ലൊമ്മിൻ്റെ കൂടെ വാവും ആണ് മദ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി നമ്മൾ നോക്കുന്ന അൽ മദ്ദും ബിൽ അലിഫ്. മദ്ദും ബിൽ അലിഫ്. അലിഫ് എന്ന മദ് ഓരോ അക്ഷരത്തിന്മേൽ ചേരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്, അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഫതഹിൻ്റെ കൂടെ മാത്രമേ അലിഫ് മദ് വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോരോ അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ അക്ഷരം ബ. ബ എന്നുള്ള അക്ഷരത്തിനോട് അലിഫ് മദ് ചേർന്നപ്പോൾ ബേ. തേ എന്നുള്ള അക്ഷരത്തിനോട് അലിഫ് മദ് ചേർന്നപ്പോൾ തേ. സേ സേ. ജെ ജേ. ഹെ ഹേ. ഹോ ഹോ. ദേ ദേ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ദേനോട് ചേർത്ത് നമ്മൾ എന്ത് ചെയ്യൂല, അലിഫ് എഴുതൂല. എന്തുകൊണ്ടാണ്? നമ്മൾ ഫസ്റ്റ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദേൻ്റെ കൂടെ അതായത് ദേ കഴിഞ്ഞതിന് ശേഷം വേറൊരു അക്ഷരം അതിനോട് ചേർത്ത് എഴുതൂല. അങ്ങനത്തെ കുറച്ച് അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ദ, സെ, റോ, സെ, വ അല്ലേ? ഇത്രയും അക്ഷരങ്ങൾ അതിൻ്റെ കൂടെ അലിഫ് ചേർത്ത് എഴുതൂല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സെ, സേ, റോ, റോ, സെ, സേ, സെ, സേ, ഷെ, ഷേ, സ്വ, സ്വ, ള, ലോ, ത്വ, തോ, ല, ല, അ, ഏ, ഒ, ഓ, ഫെ, ഫേ, കൊ, കോ, കെ, കേ, ലെ, ലേ, മെ, മേ, നെ, നേ, ഹെ, ഹേ, വെ, വേ, യെ, യേ. ലാസ്റ്റ് ലെറ്റർ ഹംസ. ഹംസൻ്റെ കൂടെ അലിഫ് വരുമ്പോൾ എ, ഏ. എല്ലാ അക്ഷരത്തിനും ഫതഹാണ് അല്ലേ? ഫതഹിൻ്റെ കൂടെയാണ് അലിഫ് വരിക നമ്മൾ പറഞ്ഞു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള ഓരോരോ വാക്കുകൾ, വേർഡ്സുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വായിച്ച് മനസ്സിലാക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.